കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ പാറക്കടവ് തോട്ടിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ചെക്ക് ഡാം വിദഗ്ധർ സന്ദർശിച്ചു. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ എഞ്ചിനീയർമാരാണ് സ്ഥലം സന്ദർശിച്ച് പരിശോധനകൾ നടത്തിയത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. അശാസ്ത്രീയമായ നിർമ്മാണം മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ സമീപത്തെ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിരുന്നു. നെല്ലിപ്പാറ മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായി കാമാക്ഷി പാറക്കടവ് തോട്ടിൽ നിർമ്മിച്ച ചെക്ക് ഡാമിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം കഴിഞ്ഞ മഴയിൽ പ്രദേശത്ത് വൻ പ്രളയമുണ്ടാവുകയും സമീപത്തെ വീടുകളിലും കൃഷിസ്ഥലങ്ങളിലും വെള്ളം കയറി വലിയ നാശനഷ്ടമുണ്ടാവുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പദ്ധതികൾ പഞ്ചായത്ത് ആവിഷ്കരിക്കാൻ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായാണ് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ എഞ്ചിനീയർമാർ സ്ഥലം സന്ദർശിച്ച് പരിശോധിക്കുകയും പഞ്ചായത്ത് അധികൃതരുമായി ചർച്ചകളും നടത്തിയത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയിൽ പാറക്കടവ് പ്രദേശത്തുണ്ടായ വെള്ളക്കെട്ട് പ്രദേശം മൂന്നാമത്തെ പ്രാവശ്യം സന്ദർശിച്ചു. അവിടെ ഒരു ചെക്ക് ഡാം നിർമ്മിച്ചത് കിറ്റ്കിൻ്റെ നേതൃത്വത്തിൽ മൈക്രോ ജല സേവന പദ്ധതിയുടെ കീഴിലായിരുന്നു. അപ്പം കിറ്റ്കിൻ്റെ ആളുകൾ എഞ്ചിനീയേഴ്സ് അടക്കം ഇന്നിവിടെ രാവിലെ ഒന്ന് പരിശോധന നടത്തുകയും ഞങ്ങളുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ നിലവിലുള്ള തോടിൽ നിന്ന് കുറച്ചുകൂടി വീതി കൂട്ടി നിലവിലുള്ള ആ തോടിൻ്റെ കെട്ട് ഒരു 1.65 മീറ്റർ വീതിയിലെടുത്ത് ഇരു സൈഡും ഒരു പാലത്തിൻ്റെ ഈ കെട്ടിൻ്റെ ഒരു ഭാഗത്തേക്ക് 50 മീറ്റർ വീതം 100 മീറ്ററും മറ്റ് വീടിരിക്കുന്ന ഭാഗം 100 മീറ്റർ നീളത്തിൽ രണ്ട് ഇരുവശവും 200 മീറ്റർ അങ്ങനെ 300 മീറ്റർ സൈഡും കെട്ടി നൽകുമെന്നാണ് അതിൻ്റെ പ്രോജക്റ്റ് സമർപ്പിക്കുന്നതാണ് ഉദ്യോഗസ്ഥർ ഇവിടെ അറിയിച്ചിരിക്കുന്നത്. എങ്കിലും വരും കാലഘട്ടങ്ങളിൽ ഇനിയും അടുത്ത ഒരു പ്രളയം വന്നാലോ കൂടുതൽ മഴ ഉണ്ടായാലോ ആ വീടുകൾക്ക് കേടുപാടുണ്ടാകുകയും അവിടുത്തെ കൃഷിസ്ഥലം സംരക്ഷിച്ച് പോകുന്ന രീതിയിലേക്കുള്ള നടപടിക്ക് പഞ്ചായത്തും സഹകരിച്ച് നിൽക്കും. അതോടൊപ്പം തന്നെ മൈൻ ഇറിഗേഷൻ വകുപ്പുമായി കൂടിച്ചേർന്നുകൊണ്ടും ഒരു സഹായം കിട്ടുമോ ഇല്ലയോ എന്ന് അവർക്ക് ആവശ്യപ്പെട്ടിരുന്നു. അത് ആ ഡിപ്പാർട്ട്മെൻറ്റിലും സംസാരിച്ച് ഞങ്ങൾ അടിയന്തര നടപടി പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ സമർപ്പിച്ച ബഹുമാനപ്പെട്ട MLA-യോടും MP-യോടും ഒക്കെ ആലോചിച്ച് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ട് വരും എന്ന് സൂചിപ്പിക്കാൻ അവസരം വിനിയോഗിക്കും. ആവശ്യമായ ഫണ്ട് വകയിരുത്തി എസ്റ്റിമേറ്റിൽ ഭേദഗതികൾ വരുത്തി ചെക്ക് ഡാം പുതുക്കി പണിയുന്നതിനും തോടിന് വേണ്ടത്ര സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുന്നതിനും ധാരണയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോയി കാട്ടുപാലം, പഞ്ചായത്ത് അംഗങ്ങളായ സോണിയ തോമസ്, അഡ്വക്കേറ്റ് ഷെബിൻ തോമസ് എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. പദ്ധതിയുടെ ഗുണഭോക്താക്കളും നാട്ടുകാരും പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.